ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രവീന്ദ്രൻ തന്റെ സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ കിടപ്പുമുറി ഉപേക്ഷിച്ച് ഹാളിലെ സോഫയിൽ വന്ന് കിടക്കുകയായിരുന്നു. അച്ഛന്റെ ഈ കിടപ്പും കണ്ടുകൊണ്ടാണ് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. അച്ഛ, എന്താ ഇത്? അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? മുറിൽ പോയി കിടക്കച്ച, സച്ച് അപേക്ഷ സ്വരത്തിൽ പറഞ്ഞു. അവന് അച്ഛന്റെ ഈ വാശി കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രവീന്ദ്രന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നത് ദേഷ്യവും നിരാശയുമായിരുന്നു. എന്താ, ഞാൻ ഈ ഹാളിലാണ് കിടക്കുന്നത്, എനിക്ക് ടെറസിൽ പോയി കിടക്കണോ? അയാളുടെ ചോദ്യത്തിൽ പരിഹാസം കലർന്നി. എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അച്ഛന് ഡസ്റ്റ് അലർജിയല്ലേ? പോയി AC മുറിയിൽ കിടക്ക്, സച്ചി വീണ്ടും നിർബന്ധിച്ചു. ഞാൻ AC-യിലൊന്നുമല്ലല്ലോ ജനിച്ചു വീണത്, എനിക്കിവിടെ കിടന്നാലും ഉറക്കം വരും, രവീന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു. പിള്ളേരെ പോലെ വാശി പിടിക്കരുതെന്ന് സച്ചി ഓർമ്മിപ്പിച്ചുവെങ്കിലും രവീന്ദ്രൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അമ്മ മുറിയിലുള്ളത് കൊണ്ടല്ലേ അച്ഛൻ പോവാത്തത് എന്നും ആ വഴക്ക് തീർത്ത് പോയി കിടന്നുറങ്ങുമെന്നും സച്ചി പറഞ്ഞു. രേവതി ഭർത്താവിനൊപ്പം തന്നെ ചേർന്നു. അച്ഛാ, പോയി മിണ്ട്. അവര് പൈസ തരാമെന്ന് പറഞ്ഞല്ലോ, ഇപ്പോ 2 ലക്ഷം രൂപ തരുകയും ചെയ്തു. ഇനി എന്തിനായി പ്രശ്നമുണ്ടാക്കുന്നത്? ഇത് കേട്ട് രവീന്ദ്രൻ രൂക്ഷമായി തന്നെ മറുപടി നൽകി. പണമല്ലേ മോളെ ഇവിടുത്തെ പ്രശ്നം, അവളുടെ ഗുണമാണ്. അവളുടെ സ്വഭാവം നീ കണ്ടതല്ലേ? ഞാനില്ല, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അപ്പോഴേക്കും ചന്ദ്രമതി കയ്യിൽ പായയും തലയണുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അവരുടെ വിരലിൽ തന്നെ ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരുന്നു. രേവതി, ഞാൻ കാരണം ആരും ഹാളിലൊന്നും കിടക്കണ്ട. എനിക്ക് ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. തണുത്തിട്ടും വയ്യ. ഞാൻ ഹാളിൽ കിടന്നോളാം. അച്ഛനോട് പോയിട്ട് മുറിയിൽ കിടക്കാൻ പറ. ചന്ദ്രമതിയുടെ സ്വരത്തിൽ വാശിയുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് കണ്ടപ്പോൾ മക്കൾക്ക് ആകെ സങ്കടമായി. ഒടുവിൽ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ശരി, ഞാൻ പോവാമെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ നേരെ മുറിയിലേക്ക് പോയി. രവീന്ദ്രൻ പോയ ഉടനെ തന്നെ രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു. അമ്മേ, അച്ഛൻ മുറിയിലേക്ക് പോയി, ഇനി അമ്മയും ചെല്ലി. പക്ഷേ ചന്ദ്രമതിയുടെ മറുപടി വേറെയായിരുന്നു. ഞാൻ ഇവിടെ ഹാളിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങേര് മുറിയിൽ പോയി കിടന്നത്. ഞാൻ എവിടെ കിടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിപ്പോൾ ഏതായാലും സന്തോഷായില്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ രീതി ഇങ്ങനെയൊക്കെ ചെയ്തത്? മാറി നിൽക്കുക അവിടെ നിന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി രേവതിയോട് കയർത്തു. പിറ്റേ ദിവസം രാവിലെ വീടിന്റെ അന്തരീക്ഷം അല്പം ശാന്തമാണെന്ന് തോന്നിച്ചുവെങ്കിലും ഉള്ളിലെ കനലുകളൊന്നും കെട്ടടങ്ങിയിരുന്നില്ല. രേവതിയും സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള മരുമക്കൾ വർഷയും ശ്രുതിയും കൂടി ഇരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു. ആന്റി, കാപ്പി കുടിച്ചോ? ശ്രുതി ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, കാപ്പി കൊണ്ടുപോയാൽ അമ്മ ഭയങ്കരമായിട്ട് ചൂടായി, വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച വെക്കുവാണെന്ന് രേവതി സങ്കടത്തോടെ പറഞ്ഞു. ആന്റിയുടെ ദേഷ്യം ഇപ്പോഴും മാറിയില്ലേന്ന് വർഷ ചോദിച്ചു. എങ്ങനെ മാറാനാ? അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടുന്നില്ലല്ലോ, അതിന്റെയൊക്കെ ദേഷ്യം കാണും, ശ്രുതി ന്യായീകരിച്ചു. സച്ചിയോടും അമ്മ ചൂടായി എന്ന് പറഞ്ഞപ്പോൾ വർഷ ഇടപെട്ടു. സച്ചിയേട്ടൻ ചൂടായെങ്കിൽ സച്ചിയോട്ടിന് ദേഷ്യം കാണിക്കണം, അല്ലാതെ രേവതി ചേച്ചിയോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? ന്യായമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദേഷ്യം കാണിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിനോടാ. വർഷയുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു. ശ്രുതിക്ക് അത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഭർത്താവിനോടോ? ആ, എന്താ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? അദ്ദേഹമല്ലേ രേവതി ചേച്ചിയുടെ സ്വർണമൊക്കെ എടുത്തിട്ട് അടിച്ചു മാറ്റിയത്? അപ്പോൾ പിന്നെ അമ്മ ദേഷ്യം കാണിക്കേണ്ടത് ശ്രുതിയുടെ ഭർത്താവിനോട് തന്നെയാണെന്ന് വർഷ വിട്ടുകൊടുത്തില്ല. അവരറിയാതെയല്ലേ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അതെങ്ങനെ വീണ്ടും പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? ശ്രുതി തന്റെ ഭർത്താവിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. അന്നേരം വർഷ ചിരിച്ചു, ഒരു പുച്ഛച്ചിരി. അറിയാതെയോ? അപ്പോ ഗോൾഡൊക്കെ മാറ്റി കവറിംഗ് ആക്കി വെച്ചതൊക്കെ അറിയാതെയായിരുന്നോ ശ്രുതി ചേച്ചി? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എല്ലാം നിങ്ങളുടെ ഭർത്താവിന്റെ മിസ്റ്റേക്കാണ്. നിങ്ങളുടെ ഭർത്താവ് കാരണമാണ് ഈ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത്. ശ്രുതിക്ക് ദേഷ്യം വന്നു. വർഷ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ ഭർത്താവിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ വർഷയ്ക്ക് എന്ത് അധികാരമാണുള്ളത്? വഴക്ക് മൂത്തപ്പോൾ രേവതി ഇടപെട്ടു. മതി, നിർത്ത്. ഈ പ്രശ്നം കാരണം നിങ്ങളും കൂടി വഴക്കിടല്ലേ? ഈ സ്വർണത്തിന്റെ പ്രശ്നം കാരണം വീട്ടിൽ എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ ഇപ്പം മിണ്ടുന്നില്ല. ഇനി നിങ്ങൾ തമ്മിൽ കൂടി വഴക്കടിച്ച് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കാൻ പോവരുത്. താൻ അച്ഛനോട് സംസാരിച്ചു നോക്കിയെന്നും അച്ഛൻ വഴങ്ങുന്നില്ലെന്നും രേവതി പറഞ്ഞു. നമുക്കെല്ലാവർക്കും കൂടി പോയിട്ട് അമ്മയോടൊന്ന് സംസാരിച്ചാലോ എന്ന നിർദ്ദേശം രേവതി മുന്നോട്ട് വെച്ചു. വർഷ ആദ്യം എതിർത്തുവെങ്കിലും രേവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവരും ചന്ദ്രമതിയുടെ മുറിയിലേക്ക് പോയി. മുറിയിൽ ചന്ദ്രയെ കണ്ടപാടെ വർഷയും ശ്രുതിയും രേവതിയും കൂടി കാര്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചന്ദ്രമതിയുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. ഇതെന്താ 3 പേരും കൂടി, പണിയൊന്നുമില്ലേ? ചന്ദ്രമതി ചോദിച്ചു. രേവതി ചേച്ചി പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ 2 പേരും കൂടി അമ്മയോട് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് വർഷ പറയും. അവളെന്താ എന്നെ പറ്റി വല്ല കുറ്റവും പറഞ്ഞോ? അതോ 2 ലക്ഷം രൂപ കൊടുത്ത കാര്യം നീ അറിഞ്ഞില്ലേ? ചന്ദ്രമതിയുടെ ചോദ്യം വർഷയോടായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു ആന്റി. ഇനി 3 ലക്ഷം രൂപ കൂടി കൊടുക്കാനില്ലേ? വർഷ തിരിച്ചു ചോദിച്ചു. ആ പണം വേഗം തന്നെ കൊടുക്കാമെന്ന് ശ്രുതി ഉറപ്പ് നൽകി. പണത്തിന്റെ കാര്യം സംസാരിക്കാനല്ല വന്നതെന്ന് രേവതി ഓർമ്മിപ്പിച്ചു. ആന്റി അങ്കിളിനോട് പോയിട്ട് സംസാരിക്കണമെന്ന് ശ്രുതി ആവശ്യപ്പെട്ടപ്പോൾ ചന്ദ്രമതി അവരോട് പൊട്ടിത്തെറിച്ചു. അതാണ്, എന്റെ മുഖം പോലും കാണരുതെന്നല്ലേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്? എന്നോട് മിണ്ടും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒന്ന് അടുത്തിരുന്നാൽ പോലും എഴുന്നേറ്റങ്ങ് പോവും.
ഇവളല്ലേ ഇപ്പോ ഈ വീട്ടിലെ മഹാറാണി. അവൾ വിചാരിച്ച പോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവൾ അങ്ങ് സന്തോഷിക്കട്ടെ. ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. രേവതി കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. അമ്മേ, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ വിചാരിച്ചതുപോലെയെല്ലാം സംഭവിക്കുന്നുണ്ടെന്നോ? ഞാൻ ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്നാ വിചാരിക്കുന്നത്. ഓ, നിന്റെ ഒരു വിചാരം. നിന്റെ അഭിനയമൊക്കെ നീ അങ്ങ് കയ്യിൽ വെച്ചാ മതി. നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നല്ലോണം അറിയാടി. ചന്ദ്രമതി വീണ്ടും രേവതിയെ ആക്ഷേപിച്ചു സംസാരിച്ചു. എന്നാൽ ഇത് കേട്ട് വർഷയ്ക്ക് സഹിച്ചില്ല. ആന്റി എന്തിനാ എപ്പോഴും രേവതി ചേച്ചിയോട് ഇങ്ങനെ ചൂടാവുന്നത്? ശരിക്കും ആന്റിയാണ് ഈ കേസിലെ പ്രധാന കുറ്റവാളി. വർഷയുടെ ആ വാക്കുകൾ ചന്ദ്രമതിയെ സ്തംഭിപ്പിച്ചു. പണക്കാരൻ വീട്ടിലെ മരുമകളായതുകൊണ്ട് തന്നെ വർഷയോട് തിരിച്ചൊന്നും പറയാൻ ചന്ദ്രമതിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അത് പിന്നെ നമ്മുടെ വീട്ടിലെ സ്വർണമല്ലേന്നോർത്തിട്ടാണ് ഞാൻ ആ സ്വർണം എടുത്തത്. ചന്ദ്രമതി പരിങ്ങലോടെ പറഞ്ഞു. ഓ, അങ്ങനെ നമ്മുടെ വീട്ടിലെ സ്വർണമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആന്റിയുടെ സ്വർണം എടുത്ത് കൊടുക്കാമായിരുന്നല്ലോ. അല്ലാതെ രേവതി ചേച്ചിയുടെ സ്വർണമല്ല കൊടുക്കേണ്ടിയിരുന്നത്. അതുമാത്രമല്ല, സ്വർണം മാറ്റിയിട്ടും പോരാഞ്ഞിട്ട് ആ കുറ്റം മൊത്തം രേവതി ചേച്ചിയുടെ വീട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ചില്ലേ? വർഷയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചന്ദ്രമതി ആകെ ഉത്തരം മുട്ടി നിന്നു. ശ്രുതി വീണ്ടും അമ്മയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. വർഷേ, എന്തിനാ ഈ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആന്റി ഇപ്പൊ പോയിട്ട് അച്ഛനോട് മിണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും എന്തിനാ ഈ കാര്യം തന്നെ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ചോദിച്ചു. അപ്പോൾ വർഷ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ പ്രശ്നം തീരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആന്റി രേവതി ചേച്ചിയോട് മാപ്പ് പറയണം. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി ഞെട്ടിപ്പോയി. എന്ത്, മാപ്പ് പറയണമെന്നോ? അതെ ആന്റി. ആന്റി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവും ആന്റിയും കൂടി ചേർന്നിട്ടാണ് രേവതി ചേച്ചിയോട് മാപ്പ് പറയേണ്ടത്. സുധിയും ചന്ദ്രമതിയും ചേർന്ന് തന്നെ രേവതിയോട് മാപ്പ് പറയണമെന്ന് വർഷ ഉറപ്പിച്ചു പറഞ്ഞു. ചന്ദ്രമതിയുടെ കണ്ണുകളൊക്കെ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. കേട്ടോ ശ്രുതി, നമ്മളോട് എല്ലാവരോടും ഇവളുടെ കാലിൽ പോയി വീഴാനാ വർഷ ഈ പറഞ്ഞു വരുന്നത്. അതിനുള്ള വഴിയാണ്. അതിനൊക്കെ തന്നെയാണ് ഇവൾ നിങ്ങളെയൊക്കെ ഇളക്കി ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. രേവതി നിസ്സഹായായി പറഞ്ഞു. അമ്മേ, എന്തിനാ എന്തു പറഞ്ഞാലും എല്ലാ കുറ്റങ്ങളും വേറൊരു രീതിയിൽ എടുത്തിട്ട് എന്റെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നത്? ഞാൻ അതൊന്നും ഉദ്ദേശിച്ചത് കൊണ്ടൊന്നല്ല ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്. പക്ഷേ വർഷ വിട്ടില്ല. ആന്റി, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. സോറി പറഞ്ഞാൽ പ്രശ്നമെല്ലാം തന്നെ ഇപ്പൊ തന്നെ തീരും. അന്നേരം ചന്ദ്രമതി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാം തെറ്റ് ചെയ്തതും ആന്റി എന്ന ഒരാള് തന്നെയാണ്. വർഷ വീണ്ടും പറഞ്ഞു. ശ്രുതി വീണ്ടും അമ്മയെ ന്യായീകരിക്കാൻ തുടങ്ങി. ശ്രുതിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ആന്റി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കി. പാവം ആന്റി പെട്ടുപോയതാണ്. ചന്ദ്രമതിയെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞു. ആന്റി പെട്ടുപോയതോ? ശ്രുതി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത് ഒരു അമ്മ എന്ന നിലയിൽ ആന്റിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആന്റി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ആന്റി സോറി പറയണ്ടേ? വർഷയുടെ ആ ചോദ്യം ന്യായമായിരുന്നു. ചന്ദ്രമതി വീണ്ടും രേവതിക്ക് നേരെ തിരിഞ്ഞു. ഓ, അവൾ പാവം പോലെ അഭിനയിക്കാൻ വേണ്ടി തുടങ്ങി. നീയാണ് ഇതിന്റെ എല്ലാത്തിനും പിന്നിലെന്ന് എനിക്കറിയാമടി. നിന്റെ അഭിനയമൊക്കെ നീ അങ്ങ് കയ്യിൽ വെച്ചാ മതി. ഇത് കേട്ടതോടുകൂടി തന്നെ വർഷ രേവതിയുടെ കൈ പിടിച്ചു. രേവതി ചേച്ചി, വാ നമുക്ക് പോവാം. സംസാരിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ സംസാരിച്ചു. പക്ഷേ ആന്റി ഇപ്പോഴും ആന്റി ചെയ്ത് തെറ്റ് റിയലൈസ് ചെയ്യുന്നില്ല. ആന്റി ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ ഇപ്പൊ തന്നെ വന്നു മിണ്ടും. ആന്റി തന്നെ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞു വർഷ രേവതിയും കൂട്ടിയിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി. അവർ പോയതും ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു. കണ്ടില്ലേ ശ്രുതി, ആ വർഷ എന്തൊക്കെയാ സംസാരിച്ചിട്ട് പോയതെന്ന്? എല്ലാം ആ പൂക്കെട്ടുന്നവൾ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കും. വർഷയെ എനിക്ക് എതിരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. ശ്രുതി അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ. ആന്റി എത്രയും പെട്ടെന്ന് തന്നെ അങ്കിളിനോട് മിണ്ടണം. ഈ വഴക്കൊരിക്കലും ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോവരുത് എന്നൊക്കെ പറയാണ് ശ്രുതി. ഇല്ല ശ്രുതി, അങ്ങേർക്ക് എപ്പോൾ എന്നോട് മിണ്ടാൻ തോന്നുന്നോ അപ്പം മിണ്ടട്ടെ. എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ ബാമയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നും ഇറങ്ങി. മറ്റൊരു ഭാഗത്ത് സച്ചി തന്റെ സുഹൃത്ത് മനീഷിനൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലേക്ക് എത്തിയിരുന്നു. എന്താണ് സച്ചി പെട്ടെന്ന് സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ നോക്കുന്നത്? മഹേഷ് ചോദിച്ചു. എടാ, ഒരുപാട് ഡ്യൂസൊക്കെ അടക്കാനുണ്ടല്ലോ. അപ്പോ രേവതി പറഞ്ഞതായിരുന്നു ഒരു സെക്കൻഡ് ഹാൻഡ് കാറും കൂടി എടുക്കാൻ വേണ്ടി. അവളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ സ്വർണം കൂടി തിരിച്ചു കൊടുക്കുമ്പോൾ അതെന്തായി? നീ പൈസ കൂട്ടി വാങ്ങിക്കാൻ തുടങ്ങിയില്ലേ? സച്ചി കാര്യങ്ങൾ വിശദീകരിച്ചു. ആ, അതൊക്കെയുണ്ട്. മുകളിൽ മുറിയും കൂടി എടുക്കാനുണ്ടല്ലോടാ. അപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്ത് ഓടാൻ കൊടുത്താലോ എന്ന് ഓർത്തു. ശ്രുതി തന്ന 2 ലക്ഷം രൂപയും ബാക്കി തരാമെന്ന് പറഞ്ഞ 3 ലക്ഷം രൂപയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. സച്ചി പ്രതീക്ഷയോടെ പറഞ്ഞു. അവർ കാറുകൾ നോക്കി നടന്നു. ഒടുവിൽ സച്ചി രേവതിയെ ഫോണിൽ വിളിച്ചു. രേവതി, നീ എളുപ്പം ഇങ്ങോട്ടേക്കൊന്ന് വായോ. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടതേ ഞാൻ എടുക്കുന്നുള്ളൂ. വേഗം വാ. സച്ചിയുടെ ശബ്ദത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു. അതേസമയം ചന്ദ്രമതി തന്റെ സുഹൃത്ത് ബാമയുടെ വീട്ടിലേക്കെത്തി. മുഖം കണ്ടപ്പോൾ തന്നെ ബാമക്ക് കാര്യം പിടികിട്ടി. എന്താ ചന്ദ്രേ, വീണ്ടും നീ രവീന്ദ്രനോട് വഴക്കായോ? ബാമ ചോദിച്ചു. രവിയേട്ടനോട് വഴക്കൊന്നുമില്ല. അങ്ങേരായിട്ട് വഴക്കിനി പുതിയതായിട്ട് എന്ത്?
ഇപ്പൊ തന്നെ അദ്ദേഹം എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല, എന്റെ മുഖത്തോക്ക് പോലും നോക്കുന്നില്ല, ചന്ദ്രമതി പരാതിയോടെ പറഞ്ഞു. അന്നേരം ബാമാൻഡി അവളെ ആശ്വസിപ്പിച്ചു. ആ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങനെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഓരോ വഴക്കൊക്കെ ഉണ്ടാവും. ഞാനും എന്റെ ഭർത്താവും തമ്മിൽ എത്ര പ്രാവശ്യം വഴക്കിട്ടിരിക്കുന്നു. തന്നെത്താനെ അതെല്ലാം മാറുകയും ചെയ്യും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ചന്ദ്രേ. എന്നാൽ ചന്ദ്രമതിയുടെ വിഷയം അതൊന്നും ആയിരുന്നില്ല. വന്നിട്ടുണ്ടല്ലോ ഒരു പണക്കാരൻ മരുമകൾ, അവൾ എന്തൊക്കെയാ എന്നെ പറയുന്നതെന്നറിയോ? നീ അവളെ തലയിൽ അങ്ങ് കയറ്റി വെച്ച് നടക്കുകയല്ലേ, ഇപ്പൊ പെട്ടെന്ന് എന്തു പറ്റി? ബാമ അത്ഭുതത്തോടെ ചോദിച്ചു. അവളോ എന്റെ വീട്ടിൽ എതിർത്ത് സംസാരിച്ചിരുന്നത് ആ സച്ചി മാത്രമാ. ഇപ്പോ അതേപോലെ തന്നെ സ്വഭാവമായി വരുന്നുണ്ട് ആ വർഷക്കും. എന്നെ എന്തൊക്കെയാണ് അവൾ പറയുന്നതെന്നറിയോ? സ്വർണത്തിന്റെ വിഷയത്തിൽ ഞാനാണ് തെറ്റുകാരിയെന്ന്. ഞാൻ എന്റെ സ്വർണം എടുത്തു കൊടുക്കാമായിരുന്നു, അല്ലാതെ രേവതിയുടെ സ്വർണമല്ല എടുക്കേണ്ടിയിരുന്നത് എന്നൊക്കെ അവള് പറയുന്നത്. അതുമാത്രല്ല, ഞാൻ പോയി അവരോട് സോറിയും പറയണമെന്ന്. അവൾക്ക് അഹങ്കാരം ഇത്തിരി കൂടി വരുന്നുണ്ട്, ചന്ദ്രമതി ദേഷ്യത്തോടെ പറഞ്ഞു. അത് പിന്നെ പണക്കാരുടെ വീട്ടിലെ മോളല്ലേ, അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവൂ, ബാമ പറഞ്ഞു. പിന്നെ ശ്രുതിക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ലല്ലോ, അവൾ എന്ത് നല്ല കുട്ടിയാ, ചന്ദ്രമതി സ്വന്തം മോളെ പുകഴ്ത്തുന്നത് പോലെ സംസാരിച്ചു. അത് പിന്നെ ഞാൻ നോക്കിയെടുത്തതല്ലേ എന്റെ ശ്രുതിമോളെ, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരുത്തുള്ളൂ, ബാമ ചിരിച്ചു. ചന്ദ്രമതി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. നിക്ക്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല വർഷയോട് ശരിക്കും നിൽക്കേണ്ടത്. ശരിക്കും ഒരു അമ്മായിയമ്മയെ പോലെ തന്നെ നിൽക്കണമായിരുന്നു, അപ്പോഴേ അവൾ പഠിക്കത്തുള്ളൂ. കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതകളും സ്വർണത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ട വിശ്വാസങ്ങളും ഈഗോയുടെയും വാശിയുടെയും പോരാട്ടങ്ങളും നിറഞ്ഞ ഈ കഥ വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷഭരിതമാവുമെന്ന് ഉറപ്പാണ്. സ്നേഹത്തേക്കാൾ വലുതായി പണവും ദുരഭിമാനവും മാറുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സമാധാനമാണ് എന്ന സത്യം ചന്ദ്രമതി ഇനിയും തിരിച്ചറിയാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.